മനുഷ്യനെ രാത്രികാലങ്ങളിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വഴികാട്ടുന്ന ടോർച്ച് ലൈറ്റ്സിൽ നിന്നും മാറി ഒരു പോർട്ടബിൾ എമർജൻസി ലാമ്പ് നിർമ്മിച്ചാലോ? വലിയ സർക്യൂട്ടുകളുടെ സഹായമൊന്നുമില്ലാതെ തന്നെ DIY എന്ന നിലയിൽ ചിലവ് കുറഞ്ഞ് ആർക്കും നിർമ്മിക്കാവുന്ന ഈ പോർട്ടബിൾ എമർജൻസി ലാമ്പ് മനുഷ്യന് എത്രത്തോളം ഉപകാരപ്രദമാകുന്നു എന്നാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ മറ്റ് ടോർച്ചുകളിൽ നിന്നും ചിലവ് കുറഞ്ഞ് നിർമ്മിക്കാവുന്ന ഒരു എമർജൻസി ലാമ്പാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എമർജൻസി ലാമ്പിൻ്റെ നിർമ്മാണത്തിനായി ഒരു വൈറ്റ് പ്ലെയിൻ ബോക്സും വൈറ്റ് LED സ്ട്രിപ്പും ബക്ക് കൺവേർട്ടറും ഓൺ ഓഫ് സ്വിച്ചും പിന്നെ 2 ബാറ്ററീസുമാണ് നമുക്ക് ആവശ്യം. ആദ്യമായി നമുക്ക് ആവശ്യമാകുന്ന രീതിയിൽ ഈ LED സ്ട്രിപ്സിനെ LED റോളിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. മൊത്തം 6ഓളം LEDs ഒരു റോയിൽ വരത്തക്ക രീതിയിൽ 7ഓളം LED സ്ട്രിപ്സാണ് ഇവിടെ നാം എടുത്തിരിക്കുന്നത്. ഇതിനുശേഷം LED സ്ട്രിപ്സിൻ്റെ പുറകിലായി വരുന്ന കവർ മാറ്റിയ ശേഷം ഓരോ LED സ്ട്രിപ്സിനെയും അടുത്തടുത്തായി വരത്തക്ക രീതിയിൽ ബോക്സിന് മുകളിലായി ഒട്ടിച്ചു കൊടുക്കാം. ഈ ഓരോ LED സ്ട്രിപ്സിലും LEDസിന് പാരലലായാണ് കണക്ഷൻ നൽകിയിട്ടുള്ളത്. അതിനാൽ ഈ പാരലൽ കണക്ഷൻ്റെ കണ്ടിന്യൂവേഷൻ എന്നോണമായിരിക്കണം ഈ ഓരോ LED സ്ട്രിപ്സിനും കണക്ഷൻ നൽകേണ്ടത്. ഇനി ഈ LED സ്ട്രിപ്പിലേക്ക് പവർ നൽകുന്ന വയർ ഫസ്റ്റ് റോയിലെ സ്ട്രിപ്പിൻ്റെ സെൻറ്ററിൽ നിന്നുമാണ് എടുക്കുന്നത്. കൂടാതെ ഈ വയറിനെ ബോക്സിനുള്ളിലേക്ക് നൽകുന്നതിന് ഒരു ഹോളും ഇട്ടുകൊടുക്കാം. ബോക്സിനുള്ളിലെ മറ്റു വർക്കുകൾക്കായി ബോക്സിൻ്റെ 4 ഭാഗത്തുമായുള്ള ഈ 4 സ്ക്രൂസിനെ അഴിച്ച ശേഷം LED സ്ട്രിപ്പ് അടങ്ങുന്ന മുകൾ ഭാഗം മാറ്റിവെക്കാം. എമർജൻസി ലാമ്പിലേക്ക് പവർ നൽകുന്നതിനായി 9 വോൾട്ടേജിൻ്റെ ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നാൽ LED സ്ട്രിപ്സിന് ആവശ്യം 12 വോൾട്ട് DC-യും. ഒരു ബൂസ്റ്റ് കൺവേർട്ടർ ഉപയോഗിച്ച് പരിഹരിക്കാവുന്നൊരു പ്രശ്നം മാത്രമാണിത്. എന്നാൽ ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ലഭ്യതക്കുറവ് മൂലം 2 9 വോൾട്ടേജിൻ്റെ ബാറ്ററിയും ഒരു ബക്ക് കൺവേർട്ടർ ഉപയോഗിച്ചുമാണ് നാം ഇവിടെ പവർ നൽകുന്നത്. അതായത് ഈ 2 ബാറ്ററീസിനെയും സീരീസായി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 19.7 വോൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ 19 വോൾട്ടേജിനെ 12 വോൾട്ടിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നതിനായി ബാറ്ററിയെ ബക്ക് കൺവേർട്ടറുമായി കണക്ട് ചെയ്ത ശേഷം കൺവേർട്ടറിൻ്റെ പ്രീസെറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിൽ നിന്നും 12 വോൾട്ട് എടുക്കാൻ സാധിക്കും. എമർജൻസി ലാമ്പിന് ആവശ്യമായ ഒരു ഓൺ ഓഫ് സ്വിച്ചിനെ ബോക്സിന് പുറത്തായി പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഈ സ്വിച്ചിൻ്റെ സൈസ് അനുസരിച്ച് ബോക്സിൽ ഒരു ഹോളിട്ട ശേഷം സ്വിച്ചിനെ അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഡബിൾ സൈഡ് ടേപ്പിൻ്റെ സഹായത്തോടെ ഈ 2 ബാറ്ററീസിനെയും ബോക്സിൽ ഇറക്കി വെച്ച ശേഷം ബാറ്ററിയുടെ പോസിറ്റീവിനെ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലുമായും അടുത്ത ടെർമിനലിനെ കൺവേർട്ടറിൻ്റെ പോസിറ്റീവുമായും ഒപ്പം ബാറ്ററിയുടെ നെഗറ്റീവിനെ കൺവേർട്ടറിൻ്റെ നെഗറ്റീവുമായും സോൾഡർ ചെയ്യാം. അവസാനമായി ഈ LED സ്ട്രിപ്സിൻ്റെ വയറിനെ ഹോളിലൂടെ കടത്തിയ ശേഷം ബക്ക് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടുമായി പൊളാരിറ്റി മാറിപ്പോകാതെ സോൾഡർ ചെയ്യുന്നതോടെ ഈ പോർട്ടബിൾ എമർജൻസി ലാമ്പിൻ്റെ സർക്യൂട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. എമർജൻസി ലാമ്പിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഒരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ സഹായത്തോടെ ഈ ബക്ക് കൺവേർട്ടറിനെ ബോക്സിനുള്ളിലായി പ്ലേസ് ചെയ്യാം. ഇനി പഴയതുപോലെ തന്നെ ബോക്സിൻ്റെ ഈ LED സ്ട്രിപ്സ് അടങ്ങുന്ന മുകൾ ഭാഗത്തെ 4 സ്ക്രൂസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ അടച്ച് ടൈറ്റാക്കി വയ്ക്കാം. ഇനി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എമർജൻസി ലാമ്പ് നല്ല രീതിയിൽ തന്നെ പ്രകാശം നൽകുന്നതായി നമുക്ക് കാണാം. ഇതിൻ്റെ സഹായത്തോടെ രാത്രികാലങ്ങളിൽ ഇരുട്ടിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ഈ എമർജൻസി ലാമ്പിൻ്റെ ഒരു പോരായ്മ എന്തെന്നാൽ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കില്ല എന്നത് തന്നെയാണ്. ചിലവ് കുറച്ച് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതിനായി ഈ പോർട്ടബിൾ എമർജൻസി ലാമ്പ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.